Watch India's largest kids library only on Jio Hotstar. Download the app now. വലിയേട്ടാ ഈ ഗ്ലാസ്സിൽ എന്താണുള്ളത്? അത് ഓറഞ്ച് ജ്യൂസ് ആണ്. ഓ, ഓറഞ്ച് ജ്യൂസ് ആണോ? പക്ഷേ മോട്ടു, ആ ജ്യൂസ് നീ എടുത്ത് കുടിക്കരുത് കേട്ടോ. അത് സൺഫ്ലവറിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയുള്ളതാ. എന്ത് പറ്റി മോട്ടു, നീ അതെടുത്ത് കുടിച്ചോ? യെസ് യെസ്. ഓ നോ നോ. വൈ വൈ? എന്താണെന്നൊക്കെ ഇപ്പൊ അറിയാൻ ചങ്കേ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഫുർഫുറി നഗരത്തിൽ നടക്കാൻ പോകുന്ന ഇന്റർനാഷണൽ ഫ്ലവർ കോമ്പറ്റീഷനിൽ ഫുർഫുറി നഗരത്തെ പ്രതിനിധീകരിച്ചൊരു അടിപൊളി സൂര്യകാന്തി പൂ കൊടുക്കാൻ വേണ്ടി ഇരുന്നതാ. അങ്ങനെ ഫുർഫുറി നഗരത്തിന് 1ാം സ്ഥാനം കിട്ടുമല്ലോ. അതുകൊണ്ട് ഈ ജ്യൂസിൽ സൂര്യകാന്തിയുടെ ഒരു മരുന്നൊഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു ചങ്കേ. ഇന്റർനാഷണൽ ഫ്ലവർ കോമ്പറ്റീഷനോ? അതെ, അത് നാളെ നടക്കാനുള്ളതല്ലേ? അത് നാളെയാ നടക്കാൻ പോകുന്നേ. പക്ഷെ ഇപ്പൊ മോട്ടൂര് എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്റെ വലിയേട്ടാ, ഇതെന്തായി കാണിച്ചു വെച്ചത്? ഇതൊക്കെ എടുത്ത്, ഈ ഇതളുകളൊക്കെ ഒന്ന് എടുത്തേ. ഇങ്ങനെ വലിക്കുമ്പോ വല്ലാണ്ട് വേദനിക്കുന്നല്ലോ വലിയേട്ടാ. ഒരു മോട്ടു എന്റെ ചങ്ങ അതെ പിടിച്ച് വലിക്കരുത്. അതിപ്പോ നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. വലിയേട്ടാ വലിയേട്ടാ, എന്നെ ഒന്ന് ശരിയാക്കിത്താ. ഓയ് മോട്ടു, ഇതിന്റെ ആന്റിഡോട്ട് തയ്യാറാക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് സമയം താ എന്റെ ചങ്കേ. അതുവരെ നീ വീട്ടിൽ പോയി സമാധാനത്തോടെ ഉറങ്ങാൻ നോക്ക്. എന്ത്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനോ? നിങ്ങൾ തമാശ പറയുവാണോ? എന്റെ മുഖം സൂര്യകാന്തി പൂവിനെ പോലെ ആക്കിയിട്ട് എന്നിട്ട് പറയുന്ന എന്നോട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ? മോട്ടു, ഇത് നിന്റെ തന്നെ തെറ്റാണ്. ഡോക്ടർ ജഡ്ക നിന്നോട് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞൊന്നും ഇല്ലല്ലോ. വരൂ, ഇപ്പൊ വീട്ടിലേക്ക് വരൂ. ഡോക്ടർ ജഡ്കയ്ക്ക് ആന്റിഡോട്ട് തയ്യാറാക്കാനുള്ള സമയം കൊടുക്ക്. ഡോക്ടർ ജഡ്കെ ഞാൻ കാണുന്നുണ്ട്, വെറുതെ വിടില്ല ഞാൻ. സൂര്യൻ അസ്തമിക്കാറായി. സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യകാന്തി പൂക്കളൊക്കെ താനെ അടഞ്ഞു പോയിക്കോളും. നീ മിണ്ടാതെ അവിടെ കിടന്നോ. നിന്റെ പൂവ് അടയാൻ പോവാണ്. ഞാൻ പെട്ടുപോയല്ലോ. ഇപ്പൊ കിടന്നുറങ്ങും പോട്ടു. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇതൊക്കെ വിരിഞ്ഞു വന്നോളും. പത്തലു, ഈ തേനീച്ചകളെല്ലാം കൂടി ചേർന്ന് എന്നെ ഒരു പബ്ലിക് പാർക്കാക്കുമെന്നാണ് തോന്നുന്നത്. പ്ലീസ് എന്നെ രക്ഷിക്കൂ. അനങ്ങരുത്, ഞാനിപ്പോ എല്ലാത്തിനും ശരിയാക്കി കാണിച്ചു കൊടുക്കാം. ഈ ഇന്റർനാഷണൽ ഫ്ലവർ കോമ്പറ്റീഷൻ കാരണം ഞാനാണ് പെട്ടുപോയത്. ഓടുന്നതിന് മുമ്പ് തന്നെ എന്നെ വീഴ്ത്തി കളഞ്ഞു. ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. നിന്നോട്. സോറി ബോക്സർ ചേട്ടാ, ഞാൻ നിങ്ങളുടെ ഭാഗത്തേക്ക് നോക്കില്ല. ഇതെന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോ നീ അങ്ങോട്ട് നോക്കി നിൽക്കുന്നോ? ബോക്സറേട്ടാ, ഡോക്ടർ ജഡ്ക ഇന്റർനാഷണൽ ഫ്ലവർ കോമ്പറ്റീഷന് വേണ്ടി സൂര്യകാന്തി പൂവിനെ വെച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. മോട്ടു അതിന്റെ ഒരു ഇരയായി മാറിയതാ. സൂര്യകാന്തി പൂവായി മാറി. അവൻ അതാ നിങ്ങളെ നോക്കാൻ പറ്റില്ല. സൂര്യൻ ഏതു ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തേക്ക് നോക്കൂ. അതിനെ കഴിയൂ. ഇന്റർനാഷണൽ ഫ്ലവർ കോമ്പറ്റീഷന് ഇവനെ കൊണ്ടുപോകൂ. ഇവൻ ഫസ്റ്റ് ആയിട്ട് വരും.
മോട്ടുപാത്ലു, ഡോക്ടർ ജഡ്ക നിനക്ക് വേണ്ടി ആന്റിഡോട്ട് ഉണ്ടാക്കാൻ നഗരത്തിന്റെ പുറത്ത് പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ നമുക്ക് മൊബൈൽ ബൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാശുണ്ടാക്കാന്നേ. ഹാ. ഈ മൊബൈൽ ബൊക്കെ എന്താ സാധനം? ദാ നമ്മുടെ മോട്ടു മൊബൈൽ ബൊക്കെ. എങ്ങനെയുണ്ടാ നമ്പർ 2 പാർട്ടി അടിപൊളിയല്ലേ? കൂട്ടുകാരെ, ഞാൻ ഈ പാർട്ടിയിൽ ഒരു മൊബൈൽ ബൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആണ്. വെല്ലിനോടെ ഈ മൊബൈൽ ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധനം? അത് വന്നോണ്ടിരിക്കുകയാണ്, വരുമ്പോ കാണുക. ഹലോ, മൊബൈൽ ബൊക്കെ റെഡി ആയിട്ടുണ്ട്. വാങ്ങിക്കോ കൂട്ടുകാരെ, വാങ്ങിച്ചോളൂ. ഇത് നമ്മുടെ മോട്ടുവല്ലേ? ഇവൻ കാശിന് വേണ്ടി എന്ത് തറവേലയും കാണിക്കാൻ പഠിക്കാത്തവനാ. വെരി ഫണി. അത് ഒറിജിനലാണ്, പിടിച്ച് വലിക്കരുത്. വലിയനോടെ ആ എതളുകളൊക്കെ ഒറിജിനൽ ആണെന്നാ തോന്നുന്നേ. അത് അവന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാ. ഇത് ശരിക്കും ഡോക്ടർ ജഡ്കയുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കുള്ള ഇതളുകളെന്ന് വെച്ചാൽ ലൈക്ക് ദ സ്കിൻ ഓഫ് ദ ഫേസ്. ഈ ബുക്ക് എന്റേതായിരിക്കും ഈ ജീവിതകാലം മുഴുവൻ. ഇതിന്റെ എക്സിബിഷൻ ഞാൻ ലോകം മുഴുവൻ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് കോടികൾ സമ്പാദിക്കും. ഇല്ല. ഞാൻ ഇതുവരെ ഇത്രയും അപമാനപ്പെട്ടിട്ടില്ല. എനിക്ക് മൊബൈൽ ബൊക്കെ ആവണ്ടായേ. അല്ല, നമ്മുടെ ഈ മോട്ടുവിന് ഇത് എന്ത് പറ്റി? വല്ലാതെ ഫണ്ണിയായി തോന്നുന്നല്ലോ. എന്റെ മോട്ടു, ഞാൻ ചെയ്ത തെറ്റ് എന്താന്ന് കൂടി പറഞ്ഞതായോ? എത്രയും വലിയ പൂവോ? അങ്ങ് പൊക്കിക്കൊണ്ട് പോയാ പിന്നെ എല്ലാ മാസവും അവിടെ ഇവിടെ പറക്കേണ്ട ആവശ്യമില്ല. ഓക്കേ, എന്നാ പിന്നെ വാ. പത്ലു, രക്ഷിക്കണേ. മോട്ടു, പത്ലു, രക്ഷിക്കണേ, രക്ഷിക്കണേ. പത്ലു, രക്ഷിക്കൂ. എവിടെയുള്ളത്? രക്ഷിക്കൂ. മോട്ടു, ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. ഡോണ്ട് വറി. കൂട്ടുകാരെ, മനുഷ്യർ നമ്മുടെ പൂ നമ്മളിൽ നിന്ന് മോഷ്ടിക്കാൻ വരുന്നു. സ്പീഡ് കൂട്ട്. പിന്നെ ഒരു ഗ്രൂപ്പ് അവരെ പോയി തടയി. എന്താ ഇത്? പൊളിച്ചെടുത്തല്ലോ മമ്മി, രക്ഷിക്കണേ. ഓ എന്റെ അത്തിപ്പാറ അമ്മച്ചിയേ, എന്നൊരു വണ്ടാര കുത്താണിത്. ആ. ഓയ് ബല്ലെ ബല്ലെ, ഓയ് ബല്ലെ ബല്ലെ, ഓയ് ബല്ലെ ബല്ലെ. അതെ, ഡാൻസ് നിർത്തിയിട്ട് എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്ക്. ഇതാ മോട്ടു, ഭാഗ്യം കൊണ്ടാ നീ പെട്ടെന്ന് രക്ഷപ്പെട്ടത്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ മരുന്നിന്റെ ഫലം ഒരിക്കലും ഉണ്ടാവില്ല ചങ്കേ. ഒരു ഇഞ്ചക്ഷൻ അങ്ങ് എടുക്കട്ടെ. ആ, നമുക്കെന്നാ ഈ മോട്ടുവിനെ ഇന്റർനാഷണൽ ഫ്ലവർ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചാലോ? യെസ് യെസ്, ലോകത്തിലെമ്പാടും ഫുർഫുറി നഗരത്തിന്റെ പേര് പറയും. അതുകൊണ്ട് ഞാൻ റെഡിയാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ മരുന്ന് ഫലിക്കില്ലല്ലോ ചങ്കേ. ആ കോമ്പറ്റീഷൻ ഇപ്പൊ കഴിയാറായിട്ടുണ്ടാവും. വേഗം വരൂ, ലാസ്റ്റ് എൻട്രി എങ്കിലും കിട്ടും. ഇനി 3 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ ചങ്കേ. വേഗം ചെല്ലു മോട്ടു, വേഗം ചെല്ലു. ഞാനുണ്ട്.
പ്ലീസ് എന്നെയും കൂടെ ഈ മത്സരത്തിൽ ഒന്ന് പങ്കെടുപ്പിക്കൂ. ഞാൻ സംസാരിക്കാനും നടക്കാനും പറ്റുന്ന ഒരു സൂര്യകാന്തി പൂവാണ്. അതെ, എനിക്ക് വേദനിക്കുന്നുണ്ട്. അത് കൊള്ളാലോ. ഇങ്ങനത്തെ ഒരു പൂ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് ഒറിജിനൽ പൂവാണ്, ലൈവ് ഫ്ലവർ. ഞാൻ ഫുർഫുരി നഗറിലെ ഈ എൻട്രിക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതാണ്. ഇനി വെറും 30 സെക്കൻഡും കൂടെ ഉള്ളൂ. ഇപ്പൊ മോട്ട് പുറത്തേക്ക് വന്നില്ലെങ്കിൽ എന്നേക്കുമായി പൂവായി മാറും. ഈ മരുന്ന് വേറെ എങ്ങും കിട്ടുകയുമില്ല. ഈ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു പൂ സ്വയം അതിന്റെ വിജയത്തിനെ പറ്റി സംസാരിക്കുന്നതാണ്. മോട്ടുജി, 2 വാക്ക് സംസാരിക്കൂ. താങ്ക് യു. സോറി, സമയമില്ല കേട്ടോ. ഓയ് മോട്ടു, സോറി, സമയം കഴിഞ്ഞിരിക്കുന്നു ചങ്കേ. ഇനി എനിക്കറിയില്ല ഇത് വലിക്കുമോ ഇല്ലേ എന്ന്. Watch India's largest kids library only on Geo Hotstar. Download the app now.